നായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലെ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാനായി. അലസരായിരിക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് അവകാശമില്ല. അത് കിട്ടിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിക്കണം, സിദ്ധിയെ സാധന ചെയ്യണം. താലന്തുകളുടെ ഉപമ മാരാമൺ കൺവെൻഷനിൽ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളോട് ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ല. പക്ഷെ 5 10 2 ഇരട്ടിയാക്കുന്നവനുമാണ്. 1 നഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കുന്നവനല്ല യജമാനൻ്റെ അനുഗ്രഹം കിട്ടുന്നത്. ആ ഒരു നാണയം തിരിച്ചു കൊടുത്തവരെക്കുറിച്ച് എനിക്ക് വളരെ സഹതാപം എപ്പോഴും തോന്നാറുണ്ട്. പാവം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തിയില്ല, കിട്ടിയത് അതേപടി തിരിച്ചുകൊണ്ട് കൊടുത്തു. പക്ഷെ കേട്ടത് മുഴുവൻ ചീത്ത, കിട്ടിയത് ശിക്ഷ. എന്താ കാരണം? കിട്ടിയ സിദ്ധിയെ ഉപയോഗിച്ചില്ല. അതാണ് ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകം. ഏകശ്ലോകി ഗീത എന്നറിയപ്പെടുന്ന അവസാനത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഇത് തന്നെയാണ്. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര എന്നാണ്. പാർത്ഥോ ധനുർധര എന്ന പ്രയോഗത്തിലാണ്. അതായത് അർജുനൻ വെറുതെ അയ്യോ എന്നെക്കൊണ്ട് യുദ്ധം ചെയ്യാനൊക്കില്ല, കാരണന്മാരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന അർജുനനെ അല്ല ഭഗവാന് വേണ്ടത്. തൻ്റെ ആയുധങ്ങളെല്ലാം പ്രയോഗിക്കാൻ തയ്യാറായി ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കായി കാത്തിരിക്കുന്ന മനുഷ്യനെയാണ് ദൈവത്തിന് ആവശ്യം. ഇത് തന്നെയാണ് ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകത്തിലും പറയുന്നത്. അപ്പോൾ അതിനവനവൻ്റെ ബുദ്ധി ഉപയോഗിക്കണം. ആ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നതും ഈ ലേസിനെസ്സിൻ്റെ ഒരു ഭാഗമാണ്. 5 കന്യകമാർ എണ്ണയില്ലാതെ പുറപ്പെട്ടു എന്ന് നമ്മൾ വായിക്കാറുണ്ട്. അങ്ങനെ ഒരു പുറപ്പെടലുണ്ടോ? ഞാൻ 29 വയസ്സിലാണ് കളക്ടറായത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് സ്ഥലത്ത് തന്നെ താലപ്പൊലി എടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുരിയച്ചനോട് ഇരിപ്പുണ്ട്. കുരിയച്ചനൊക്കെ നിത്യത്തോടെ ദിവസം 3 താലപ്പൊലി ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ ആരും താലപ്പൊലി തരാറില്ല. പക്ഷേ ഈ താലപ്പൊലിക്ക് വരുന്ന പിള്ളേർക്കറിയാമല്ലോ, എണ്ണയില്ലെങ്കിൽ താലപ്പൊലിയിലെ തിരി കത്തൂല്ല എന്ന്. ഇപ്പം മണവാളനെ സ്വീകരിക്കാൻ വന്ന ഈ കന്യകമാരിൽ 5 പേർ എണ്ണ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം മനസ്സിലാവണം, പരിപാടി മനസ്സിലാവണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മണവാളൻ വരാൻ താമസിക്കുകയോ അബദ്ധവശാൽ ഉള്ള എണ്ണ മറിഞ്ഞു പോവുകയോ വല്ലതും ചെയ്താൽ പകരം ഉപയോഗിക്കാനായിട്ട് കുറച്ച് സ്പെയർ എണ്ണ എല്ലാവരും കയ്യിലെടുക്കും. അത് ഈ വിരലിൽ ഈ പെണ്ണുങ്ങൾ നൂല് വെച്ച് തയ്ക്കുമ്പം കയ്യിൽ സൂചി കൊള്ളാതിരിക്കാനായിട്ട് ഒരു തിമ്പിളെന്നൊരു സാധനം ഇടുമായിരുന്നു പണ്ട്. ആ വലിപ്പത്തിലുള്ളൊരു ചെറിയ സാധനം, അതിനകത്ത് കുറച്ച് എമർജൻസിക്കുള്ള എണ്ണ വെച്ചിരിക്കും. അപ്പോൾ മണവാളൻ വരാൻ താമസിച്ചു, എണ്ണ വറ്റിപ്പോയാൽ ഇങ്ങനെ അങ്ങ് ചരിച്ചാൽ മതി. അതെടുക്കാനാണ് ഈ 5 പേർ മറന്നുപോയത്. സാധാരണ രീതിയിൽ നമ്മളും നിങ്ങളും ഞാനും ജീവിക്കുന്നത് പോലെ പൊത്തുവരുത്തക്കാരായ ക്രിസ്ത്യാനികളായി, പൊത്തുവരുത്തക്കാരായ മാർത്തോമാക്കാരായി ജീവിച്ചവരായിരുന്നു ആ കന്യാസ്ത്രീകളും. അതിനപ്പുറത്തേക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രിക്കോഷൻ, മുൻകരുതലെടുത്തില്ല എന്നുള്ളതാണ് അവരുടെ തെറ്റ്. അതുകൊണ്ട് ലേസിനെസ് എന്ന് പറയുന്നത് ഒരടിസ്ഥാന പാപമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ എല്ലാ അംശത്തിലും നമ്മുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കണം. പിന്നെ ഒരടിസ്ഥാന പാപമായിട്ട് നമ്മൾ പറഞ്ഞത് കോപമാണ്. ആ കോപം എന്നതിനകത്ത് മറ്റുള്ളവരെക്കുറിച്ചുള്ള അസൂയയും വെറുപ്പും എല്ലാം ഒളിച്ചിരിക്കുകയാണ്. ഇതാണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മൗലിക പാപം. ഒരാൾ മര്യാദക്കാരനാണോ എന്നറിയാനായിട്ട്, ഒരാൾ മാന്യനാണോ എന്നറിയാനായിട്ട് ഇപ്പോൾ ഈ 2016 ആണ്ടിൽ കേരളത്തിൽ ചെയ്യാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ കയ്യിലൊരു വണ്ടി കൊടുത്തിട്ട് നീ ഇവിടെ നിന്ന് തിരുവല്ല വരെ ഒന്ന് വണ്ടി ഓടിച്ച് കാണിക്കാൻ പറഞ്ഞ് കൂടെ കയറിയിരുന്നാൽ തിരുവല്ലായി ചെല്ലുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവൻ മാന്യനാണോ അല്ലയോ എന്നുള്ളവർ. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ,
ആവശ്യമില്ലാതെ വഴിമുടക്കുന്നുണ്ടോ, ഒരു ട്രാഫിക് ജാം കണ്ടാൽ അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി കുത്തിക്കയറ്റുന്നുണ്ടോ? ഞാൻ എൻ്റെ ഡ്രൈവറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും കാണിക്കരുത്, 2 മിനിറ്റ് ലാഭിക്കാനായിട്ട്. വല്ലവരും കണ്ടാൽ എനിക്ക് നാണക്കേടാണ് എന്നെ തിരിച്ചറിഞ്ഞാൽ. ഒരു വണ്ടി ഓടിക്കാനായിട്ട് കൊടുത്താൽ ഒരാൾ മാന്യനാണോ എന്ന്, ദൈവപുത്രനാണോ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതുപോലെ തന്നെ വേറൊരു മാർഗ്ഗമുണ്ട്. വളരെ സ്ലോ സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുത്തി കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം ഈ പ്രശ്നം നമുക്കുണ്ടോ എന്നുള്ളത് വരും. അപ്പം അതുകൊണ്ട് കോപം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്നതോ, അമ്മായിയമ്മയ്ക്ക് മരുമകളോട് തോന്നുന്നതോ, മരുമകൾക്ക് അമ്മായിയമ്മയോട് തോന്നുന്നതോ ആയ ഒരു വികാരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ ഇപ്പോൾ വേറെ തരത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെയാണ് നിർവചിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്നായിരുന്നു പണ്ട്. ഇപ്പോൾ ഫോൺ എടുത്തവനൊക്കെ ഫോട്ടോഗ്രാഫർ എന്നാണ്. എല്ലാവരുടെ കയ്യിലും ഫോട്ടോഗ്രാഫറാണ്. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അമ്മായിയമ്മ വീട്ടിൽ വീണു. മരുമകൾ ഓടിച്ചെന്നിട്ട് അമ്മായിയമ്മയോട് പറഞ്ഞു, ഇതേ തള്ളേ, നിങ്ങളുടെ മോൻ വരുമ്പം കയറി ഞാൻ വീണെന്നൊന്നും കയറി കൊടുത്തിയേക്കരുത്. അപ്പം അമ്മായിയമ്മ ഓർത്തത് അത് അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്നോർത്ത് അവളെ വഴക്ക് പറഞ്ഞെങ്കിലോ എന്നുള്ള ഭയമായിരിക്കും അവൾക്കെന്നാണ്. പക്ഷെ അവൾ പിന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? അവൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ഉടനെ എൻ്റെ കെട്ടിയവൻ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല, നീ എന്താ ഉടനെ പടമെടുത്ത് ഫേസ്ബുക്കിലിടായിരുന്നു എന്ന് ചോദിക്കും. ഇതാണ് ഇന്നത്തെ സാമൂഹികാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന പാപം എന്നുള്ളത് മാത്രം ഞാൻ പറയുന്നത്, ഇത് ഓരോ സമയത്തേക്ക് മാറി മാറി നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന് അസൂയയാണ്. ആരോടാണ് അസൂയ? എനിക്ക് ക്രിസോസ്റ്റം തിരുമേനിയോട് യാതൊരു അസൂയയുമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളല്ല ഉള്ളത്. തിരുമേനി എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് കുരിയച്ചനെക്കുറിച്ചും അസൂയയില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൂടെ കയറി വന്ന് വേറൊരു വഴിക്ക് പോയ ആളാണ്. എനിക്ക് അസൂയ തോന്നുന്ന ആരോടാണെന്നറിയാമോ? എൻ്റെ പുറകെ വന്ന ഒരു ചീഫ് സെക്രട്ടറി എന്നേക്കാൾ കൂടുതൽ പ്രശസ്തനാകുമ്പോൾ ഇത് വേണോ, ഞാനിതിനേക്കാൾ എന്ത് കാര്യങ്ങൾ ചെയ്തു, അതാണ് അസൂയ. നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ, മർത്തമാരിലെ അച്ഛന്മാരുണ്ടല്ലോ, നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന പിന്നെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന വായിക്കുക. ഒരച്ഛൻ്റെ പ്രാർത്ഥന നല്ലതാണെന്ന് തോന്നുമ്പോൾ വേറൊരച്ഛന് തോന്നാവുന്നൊരു വികാരത്തെയാണ് നമ്മൾ അസൂയ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ ആളിലൊക്കെ പണ്ട് ഈ പ്രാർത്ഥന എഴുതി വച്ചത്. ഞാനെങ്ങാണ്ട് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റുഡൻറ്റ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ആക്റ്റീവ് ലീഡറായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എക്സ്റ്റംബർ പ്രയറാണ്. അത് യാക്കോബക്കാരനായി എനിക്കറിയാൻ മേല. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ CSI എന്നും മാർത്തോമായി എന്നൊക്കെയുള്ള ആളുകളാണ് ചെയ്യുന്നത്. ഒരു ദിവസം എൻ്റെ ക്ലാസ്മേറ്റ് ഒരു തോമാച്ചൻ, ശുദ്ധമാന മാർത്തോമാക്കാരൻ, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പാര വയ്ക്കാനായിട്ട് എല്ലാവരും കണ്ണടച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി സഹോദരൻ ബാബു പ്രാർത്ഥിച്ചാട്ട് എന്ന്. എനിക്ക് അറിഞ്ഞുകൂടാന്ന് തോമാച്ചൻ അറിയാം. എന്നാലും ഞാൻ യൂണിയൻ നേതാവൊക്കെ ആയിരുന്നു, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് ദൈവം ഒരു ബുദ്ധി തോന്നിപ്പിച്ചു. അതുകൊണ്ട് യാക്കോബായക്കാരുടെ പാമ്പാക്കട നമസ്കാരത്തിലെ സന്ധ്യ നമസ്കാരത്തിലെ ആദ്യത്തെ 2 പാരഗ്രാഫ് മാർത്തോമാക്കാർ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാനങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചുവല്ലോ. കർത്താവേ, എന്നോട് ഉത്തരം വരല് ചെയ്യണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ സൂക്ഷിച്ച് കേൾക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾക്ക് കാവൽക്കാരനെ നിയമിക്കണമേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും മതി. ഞാനിത് അസൂയയുടെ ഒരു കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ആരോടാണ് അസൂയ തോന്നുന്നത്? നമ്മളുടെ സമാനരായ ആളുകളോടാണ്. അതുകൊണ്ട് എനിക്ക് സോണിയാഗാന്ധിയോട് അസൂയയില്ല, രാഹുൽ ഗാന്ധിയോട് അസൂയയില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് വേറൊരു IAS കാരനോട് അസൂയുണ്ടോ? മലയാളത്തിലെ വേറൊരു എഴുത്തുകാരനോട് അസൂയുണ്ടോ? അതും വേണ്ട. ONVയോട് അസൂയ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം എൻ്റെ പരുവത്തിൽ വരുന്ന, ഞാൻ എഴുതുന്നത് പോലെ ഗദ്യം എഴുതുന്ന
ആളോടാണ് എനിക്ക് അസൂയ. അപ്പോൾ അതുകൊണ്ട് അസൂയ എന്നുള്ള കാർഡിനൽ സിൻ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എവിടെയാണ് ബാധിക്കുന്നത് നമ്മൾ നോക്കണം. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമല്ല, അയൽവക്കത്തുകാരൊരു ഗുണം വരുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. നമുക്ക് സൗജന്യമായി 300 രൂപ ശമ്പളം കൂടുതൽ കിട്ടിയാൽ അയൽവക്കത്തുകാരന് അവൻ പൂർണ്ണമായി അർഹിക്കുന്ന 200 രൂപ ശമ്പളം കൂടുതൽ കിട്ടുന്നത് വരെയാണ് നമ്മുടെ സന്തോഷം. അവന് 200 കിട്ടിയെന്നറിയുമ്പോൾ നമ്മുടെ 300 കിട്ടിയതിൻ്റെ സന്തോഷം പോയി. ഇതൊരു അസൂയയുടെ വകഭേദമാണ്. എല്ലാ അയൽവക്കത്തുകാർ ചെയ്തപോലെ ചെയ്യണമെന്നല്ല പറയുന്നത്. എനിക്ക് ചെറുപ്പമായിരുന്ന കാലത്ത് എൻ്റെ ഭാര്യ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന നോർത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ജോഗീന്ദർ സിംഗ് ആഫീസിൽ പോകുമ്പം എന്നും ആ ഭാര്യയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ടാണ് പോണത്, ബാബുവിനും അങ്ങനെ ചെയ്യാൻ മേലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് അവരെ അത്ര പരിചയമില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് അയൽവക്കത്തുകാർ ചെയ്യുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളുടെ അസൂയ എവിടെയാണ് വരുന്നത്? ഇത് ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഞാനിന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു. എല്ലാ വർഷവും മാരാമൺ കൺവെൻഷനെക്കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോൾ ഞാൻ ഓർക്കാറുള്ളതാണ്. ഇതൊരനുഷ്ഠാനമായി മാറുന്നുണ്ടോ എന്ന് മാർത്തോമാ സഭ ആലോചിക്കണമെന്നുള്ളതാണ് ഞാനത് പറഞ്ഞത്. ഇതൊരനുഷ്ഠാനമായി മാറരുത്. തീർത്ഥാടനത്തിനൊക്കെ ഞാൻ എതിരാണ്. അതിൻ്റെ കാരണം എന്താ? തീർത്ഥാടനം ആദ്യം പ്രോത്സാഹിപ്പിച്ചത് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഉൾപ്പെടെയുള്ള ആളുകളാണ്. പക്ഷേ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ ആയുസ്സിൽ തന്നെ അദ്ദേഹം തീർത്ഥാടനത്തിലാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് അവനവൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വീണ്ടും എഴുതേണ്ടി വന്നു. കാരണം രോമം കത്തിരിക്കുന്ന പെരുന്നാളിന് പോയ യൂദായുടെ മാതിരിയായി പലരുടെയും തീർത്ഥാടനം. അനുഷ്ഠാനങ്ങളാകുന്നുള്ള കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ അസൂയ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇങ്ങനെയുള്ളതായ 7 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് ഒരു സാമൂഹിക തിന്മയ്ക്കെതിരായിട്ടുള്ള സാധാരണഗതിയിൽ നടന്നു പോകേണ്ട ഒരു യോഗത്തെ ഒരു ബൈബിൾ ക്ലാസ് പോലെ മാറ്റിയത്, ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. മാരാമൺ കൺവെൻഷൻ തുടങ്ങിയ കാലത്ത് അതിന് മുൻകൈയെടുത്ത മാർത്തോമാക്കാർ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഉണ്ടായിരുന്ന സാമൂഹിക തിന്മകളല്ല 2016 മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കാണുന്ന സാമൂഹിക തിന്മകൾ. അതുകൊണ്ട് സാമൂഹിക തിന്മയായി തിരിച്ചറിയുന്ന വ്യക്തിതലത്തിലെ തിന്മകളുടെ അടിസ്ഥാന ഭാവം മനസ്സിലാക്കി കാലത്തിനനുസരിച്ച് അത് വിവേചിച്ചറിയണം. എൻ്റെ പിതാവ് P.A. പൗലോസ് കോറപ്പിസ്കോപ്പ അച്ഛൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ വടക്കൻ തിരുവിതാംകൂറിൽ മനുഷ്യർ കാപ്പി കുടിക്കുക പതിവില്ലായിരുന്നു. ആലുവായിലും മറ്റുമൊക്കെ പോയി പഠിച്ചിട്ട് വരുന്ന ചില പിള്ളേരാണ് കാപ്പി കുടിച്ച് തുടങ്ങുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൻപുറത്ത് എല്ലാവരും ഓരോ കപ്പ് കള്ള് കുടിക്കും. ചിലർ മധുരക്കള്ളായിരിക്കും, ചിലർ കുറച്ച് വീര്യമുള്ള കള്ളായിരിക്കും, വീട്ടിൽ പറമ്പിൽ ചെത്തുന്നതായിരിക്കും. അത് ഒരു വാർത്തയല്ല. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 1915-20 കാലഘട്ടത്തിൽ വടക്കൻ തിരുവിതാംകൂറിൽ നമ്മുടെ അപ്പുറത്ത് വർക്കിയുണ്ടല്ലോ, അവൻ ഈയിടെയായിട്ട് ഒളിച്ചും പാത്തുമൊക്കെ കുറേശ്ശെ കുടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ കാപ്പി കുടിക്കാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. ഇത് 100 വർഷം മുമ്പ് ഈ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അധികം ഇല്ലാതിരുന്നൊരു സ്ഥലത്തെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അടിസ്ഥാന പാപങ്ങൾ വെച്ച് നമ്മളുടെ വ്യക്തി ജീവിതത്തെ നാം പരിശോധിക്കുകയും ഓരോ ദിവസവും ഓരോ പടിയായി ആ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുവാനും കീഴടക്കുവാനും നാം ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിതലത്തിലെ വിശുദ്ധി സമൂഹത്തിലെ തിന്മകൾക്കുള്ള പ്രതിവിധിയായി മാറുന്നത്. അതിന് നമുക്കുള്ള ഉപാധികളാണ് പ്രാർത്ഥന, വേദപുസ്തകം വായന, ധ്യാനം, സർവോപരി വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നതാണ് സഭയുടെ ഏറ്റവും വലിയ കൂദാശയാണ്. അത് നമ്മുടെ R.C. തോമസ് അച്ഛൻ്റെ തങ്കാറ എന്ന പുസ്തകത്തിന് ഞാൻ എഴുതിയ ഒരു അപ്രീസിയേഷൻ എഴുതി കൊടുത്തതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുർബാനയെക്കുറിച്ച്. വിശുദ്ധ കുർബാന, ഓരോ കുർബാനയും ഓരോ പുതിയ സംഭവമാണ്.
എല്ലാ ഞായറാഴ്ചയും ആവർത്തിക്കപ്പെടുന്ന ഒരു KPAC നാടകമല്ല കുർബാന. ആ കുർബാന നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും നമ്മെ ശുദ്ധീകരിച്ച് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിപ്പിക്കാനുമുള്ള സന്ദർഭമാകുന്നു. കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കാർഡിനൽസിൽ നിന്ന് ആരംഭിച്ച് സ്വയം പരിശോധിച്ച് നാം നമ്മെ തന്നെ നിയന്ത്രിച്ച് ഓരോ ദിവസവും നേരെയാക്കണം. ക്രിസോസ്റ്റം തിരുമേനി എൻ്റെ വീട്ടിൽ വരുന്നു എന്നറിഞ്ഞാൽ ഞാൻ വീട് വൃത്തിയാക്കും. എല്ലാം വളരെ ഭംഗിയായി അടിച്ചു വാരി ഫ്ലവർ വൈസൊക്കെ വെച്ച് കർട്ടനൊക്കെ മാറ്റി തിരുമേനിക്ക് ഇരിക്കാനുള്ള സോഫയിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊരു ടർക്കി ടവൽ സംസ്കാരം ഉണ്ടല്ലോ, ഈ മന്ത്രിമാരൊക്കെ അങ്ങനെ ഇട്ടാലേ ഇരിക്കുകയുള്ളൂ. ഞാൻ ഉദ്യോഗത്തിലിരുന്ന കാലത്ത് എനിക്ക് ഇട്ടുന്ന ടർക്കി ടവലൊക്കെ മാറ്റിയിട്ടായിരുന്നുകൊണ്ടിരുന്നത്. എല്ലാം ചെയ്ത് ഒരുക്കി വച്ചിരിക്കും. പക്ഷേ തിരുമേനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കസേരയിൽ ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് തിരുമേനിയുടെ മൂക്ക് ഇങ്ങനെ ചുളിയാൻ തുടങ്ങും. തിരുമേനിക്കൊരു വെപ്രാളം പോലെയാണ്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്നതിന് മുമ്പ് തിരുമേനി വീടിനകത്തോട്ട് നോക്കിയിട്ട് ആ നിർമ്മലെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇച്ചിരി ധൃതി ഉണ്ടെന്ന് പറയും. വലിയ കാര്യമായിട്ട് കാപ്പിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുക തിരുമേനിക്ക്. എന്താ തിരുമേനി പോകാൻ ധൃതി വയ്ക്കുന്നതെന്ന് തിരുമേനിയുടെ മര്യാദയ്ക്ക് തിരുമേനി പറയുന്നില്ല. പക്ഷെ പിന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് തിരുമേനിക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ കസേരയുടെ അടിയിൽ ഒരു എലി ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ നാറ്റം കൊണ്ട് തിരുമേനിക്ക് അവിടെ ഇരിക്കാൻ വയ്യ. നമ്മൾ മാരാമൺ കൺവെൻഷനിൽ പോവും, ഞായറാഴ്ച തോറും പള്ളിയിലൊക്കെ പോവും, കർത്താവിനെ നമ്മിലേക്ക് വിളിക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ വന്നാൽ കർത്താവിന് കയറിയിരിക്കാൻ സാധിക്കണമെങ്കിൽ ദുർഗന്ധം വമിപ്പിക്കുന്നതായി നമ്മുടെ ഹൃദയാന്തർഭാഗങ്ങളിലുള്ള എല്ലാ എലികളെയും ചീഞ്ഞ എലികളെയും എടുത്ത് പുറത്ത് കളഞ്ഞ് വൃത്തിയാക്കി ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമൂഹിക തിന്മ എന്ന് പറയുന്നത് നമ്മൾ മാറി നിന്ന് കുറ്റം വിധിക്കേണ്ട ഒരു സംഗതിയല്ല. നമ്മൾ ഓരോരുത്തരിലുമുള്ള നന്മയാണ് സമൂഹത്തിൻ്റെ നന്മ, നമ്മിൽ ഓരോരുത്തരിലുമുള്ള തിന്മയാണ് സമൂഹത്തിൻ്റെ തിന്മ എന്ന് തിരിച്ചറിയപ്പെടുന്നത്. അതുകൊണ്ട് സാമൂഹിക തിന്മക്കെതിരായുള്ള അടിസ്ഥാനപരമായ പ്രതിരോധം വ്യക്തിതലത്തിൽ തിന്മകളെ കീഴടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹം മാലിന്യമുക്തമാകുന്നത്, തിന്മയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്, ദൈവവുമായി മുഖാമുഖം സംസാരിക്കാൻ അവകാശമുള്ള വീഴ്ചയ്ക്ക് മുമ്പുള്ള ഏദൻ തോട്ടത്തിലേക്ക് വരുന്നത്. അവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തെ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ച് അവലോകനം ചെയ്ത് പരിഷ്കരിക്കുവാൻ തയ്യാറാകാത്ത കാലത്തോളം നാം സാമൂഹിക തിന്മയ്ക്കെതിരായി നടത്തുന്ന ഏത് പോരാട്ടവും ഫലം ചെയ്യുകയില്ല എന്നോർത്തുകൊണ്ട് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തികളായി സമൂഹമായി മാർത്തോമാ സഭയ്ക്ക് സഭ എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ പുനഃസമർപ്പിച്ച് ഈ 7 മൗലിക പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി നമ്മുടെ കർത്താവിനെ നമ്മിലൂടെ കാണുവാൻ തക്കവണ്ണം ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വിളക്കായും നമുക്ക് തീരുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ആധ്യാത്മിക ഊർജ്ജ സ്രോതസ്സായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് വിനയപൂർവ്വം നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപകരുടെ മകനും ഞാൻ തന്നെ ഒരു അധ്യാപകനുമൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. നിങ്ങളിൽ നിന്ന് വേർപെട്ട് നിങ്ങളുടെ സമൂഹത്തിന് ഒരു തിന്മയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എവിടെയാണ് നാം തിരുത്തേണ്ടത് എന്ന് വ്യക്തികളായി, കുടുംബമായി, ഇടവകയായി, സഭയായി പരിശോധിക്കുക എന്നുള്ളതാണ് സാമൂഹിക തിന്മയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വണങ്ങിക്കൊണ്ട് ഇത്രയും സമയം ക്ഷമാപൂർവ്വം എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശ്വരൻ നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളുടെ ആവശ്യം ഇന്ന് സമൂഹം കെട്ടുപണി ചെയ്യണം. സമൂഹം എന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടമല്ല, വ്യക്തികളുടെ സംഘടന. കുടുംബം 5 പേരുടെ അല്ലെങ്കിൽ 4 പേരുടെ കൂട്ടമാണ്. അവിടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, മകനുണ്ട്, മകളുണ്ട്. അവിടെ അടിപിടി നല്ലതോ ചീത്തയോ. ഞാൻ വലിയ പണ്ഡിതനോടുള്ളൊരു വീട്ടിൽ ചെന്നു. ആ വീട്ടിലെല്ലാം നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. ആ പണ്ഡിതൻ അവിടുത്തെ പിതാവും മാതാവും കേൾക്കെ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ എല്ലാ സാധനവും നല്ല ക്രമമായിട്ടിരിക്കുകയും അവിടെ 2 കൊച്ചു കുട്ടികളും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കരുത്. അങ്ങനെ ഉള്ളപ്പോഴാണ് എനിക്കിങ്ങനെ പറ്റിപ്പോയി. അവൻ പറയുന്നത് ലംഘനം അനുസരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ലംഘിച്ചാലുള്ള ഫലം അനുഭവിച്ചറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നമ്മൾ ലോകത്തിൽ വിജയകരമായി ജീവിക്കണമെങ്കിൽ ചില മാർഗങ്ങളുണ്ട്. അതിനപ്പുറമായി വിജയമായി പോകാനൊക്കെ. മാരാമണ്ണിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകണമെങ്കിൽ യോഗ്യമായ ഒരു വഴിയുണ്ട്. ആ വഴി അല്ലാതെ പോയാൽ ഒന്നിൽ നിൻ്റെ ചുമ്പിന് കല്ല് കൊണ്ട് മുറിഞ്ഞ് കാറ്റ് പോകും, അതേ കള്ളൻ നിന്നെ ഉപദ്രവിക്കും, എന്തേലും അനർത്ഥം പറ്റും. ശരിയായ വഴിയെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ സമൂഹത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. ഞാൻ മാരാമണ്ണ മിഡിൽ സ്കൂൾ, അന്ന് ഇപ്പോഴത്തെ ഹൈസ്കൂൾ അത് പഠിച്ചിരുന്നപ്പോൾ അവിടെ അടുത്ത് കുറുപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഒരു സഞ്ചി ആയിട്ട് വരും. കയ്യിലൊരു ബ്രഷുണ്ട്. ഈ മരത്തേലെ അവിടെ വഴിയിൽ നിൽക്കുന്ന മരത്തേലെ ചെതലെല്ലാം തൂത്ത് വൃത്തിയാകും. അപ്പം ഞങ്ങൾ ചോദിക്കും, കുറുപ്പച്ച ഇതെന്തോ ഈ ഞങ്ങൾ കുറച്ചുകൂടെ വർത്താൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകും, ഇത് നോക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വരും, അപ്പോൾ എന്നെ പിടികൂടും. ഇവിടെ കണക്ക് സാറിനിട്ടത് ചെയ്യാതെ വന്നിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. എന്നോട് കുറുപ്പച്ചൻ പറയുന്നു, ആരും ഏൽപ്പിക്കാതെ അദ്ദേഹം തന്നെ ഏറ്റതായ ആ മരം ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആർക്കാ വിദ്യാഭ്യാസമാണ്? ഇവിടെ വഴിയിൽ യാതൊരുവിധ കടലാസുകളും ഇടരുത് എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചേച്ച് ആ വഴി കയ്യിൽ നിന്ന് കടലാസ് എറിഞ്ഞ ആളാണ് കർത്താവേ എന്നെപ്പോലെ മറ്റുള്ളവരും വിശുദ്ധരാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അവർ വിശുദ്ധരാകുകയാണ് ഇവിടെ അപ്പടി നാശമാകുകയും. ഞാൻ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കും. ഇന്ന് നിങ്ങളായിരിക്കുന്നത് പോലെ ഈ കേരളത്തിലുള്ള എല്ലാവരും ആകാമെങ്കിൽ കേരളം ജീവിക്കാൻ കൊള്ളുമോ ഇല്ല? എല്ലാവർക്കും ജീവിക്കാനും എല്ലാവർക്കും വളരുവാനും എല്ലാവർക്കും പൂർണ്ണതയിലെത്തുവാനുമായുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ കടമ. ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ലോകം എങ്ങനെയായിത്തീരും? ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മാരാമൻ ഈ ഒരാഴ്ചയിൽ നടക്കുന്ന സ്വഭാവം
കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രംഗമായി തീരുന്നത് നമ്മുടെ വചന കേൾവികളും പ്രാർത്ഥനകളും സംസാരങ്ങളും എല്ലാം ഈശ്വരൻ ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തിന്മയിൽ ഇരിക്കുന്ന മനുഷ്യൻ നന്മയിലേക്കുള്ള യാത്ര മാരാമണിൽ നിന്ന് ആരംഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളുന്നു. ദൈവം തൻ മക്കളിൻ